കേരളത്തിലെ ഏറ്റവും വലിയ കാർഷികോത്സവങ്ങളിൽ ഒന്നായി മാറിയ കളമശ്ശേരി കാർഷികോത്സവം സെപ്റ്റംബർ 7 മുതൽ. പ്രദർശനമേള, കലാവിരുന്ന്, സംവാദ സദസ്സുകൾ തുടങ്ങിയ വിപുലമായ പരിപാടികളോടെ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കാർഷികോത്സവ നഗരി ഒരുങ്ങുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ഘോഷയാത്ര ഒഴിവാക്കിയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ 2ാം പതിപ്പാണിത്. കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കാർഷികോത്സവ നഗരി ഒരുങ്ങുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കിയാണ് ഇക്കുറി കാർഷികോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തവണ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നമ്മുടെ പ്രദർശന നഗരി ചാക്കോളാസ് പവലിയനോട് ചേർന്നുള്ള ഓപ്പൺ ഗ്രൗണ്ടിൽ ഒരുങ്ങുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കിയിട്ടുണ്ട്, മറ്റു വലിയ പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ കർഷകന്റെ വിപണനം ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണി പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൂടി പരിഗണിച്ചിട്ട് നല്ല തോതിൽ തന്നെ പ്രദർശനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, കാർഷിക, കലാ, സാഹിത്യ, വ്യവസായ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം പരിപാടിയിൽ പങ്കെടുക്കും. 132 സ്റ്റാളുകളാണ് കാർഷികോത്സവത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. വിപുലമായ കാർഷിക പ്രദർശന വിപണനമേളയിൽ എല്ലാത്തരം കാർഷികോൽപ്പന്നങ്ങളും ഉണ്ടാകും. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കളമശ്ശേരി മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പുതിയ കാർഷിക വിളകളുടെ വിൽപ്പനയും ഉണ്ടാകും. ഭക്ഷ്യമേളയിൽ തനതു രുചികളായ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ, രാമശ്ശേരി ഇഡലി, കുടുംബശ്രീ വിഭവങ്ങൾ, കൂവ, കൂൺ വിഭവങ്ങൾ, ചെറുധാന്യ വിഭവങ്ങൾ എന്നിവ മുതൽ പ്രമുഖ സ്റ്റാർ ക്യൂസിനുകൾ വരെ അണിനിരക്കും. പ്രമുഖ പാചക വിദഗ്ധൻ ഷെഫ് പിള്ളയുടെ രുചിയും ആസ്വദിക്കാം. കാർഷികോൽപ്പന്നങ്ങൾക്കു പുറമെ കയർ, മുള, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഇവിടെ സജ്ജമായിരിക്കും. കാർഷികോത്സവ നഗരിയിൽ ഒരുക്കുന്ന ലേലത്തറയിൽ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ലാഭം വയനാട് ദുരിതാശ്വാസത്തിനായി കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 7 നടക്കുന്ന കാർഷികോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും. പ്രമുഖ ഗായിക കെ എസ് ചിത്ര പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യാതിഥിയാകുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 13 വരെ നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്രത്തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.